യേശുവിൽ പ്രിയരെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ദൈവം അഭയകൂടാരമാണ്. ദൈവം നമുക്ക് രക്ഷ പ്രദാനം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം ദൈവം നമുക്ക് നൽകുന്ന അഭയകൂടാരം. ദൈവം നമുക്ക് അഭയകൂടാരമാണ്. ദൈവം നമുക്ക് നൽകുന്ന രക്ഷയെ നമ്മൾ എങ്ങനെയാണ് അനുഗമിക്കുന്നത്, ഉൾക്കുന്നത്? നമ്മുടെ ജീവിത രീതി എപ്രകാരമാണ് എന്ന് വിചിന്തനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, മഴ പെയ്യുമ്പോൾ കുട ചൂടും, മഴ നനയാതിരിക്കുവാൻ. വെയിൽ ഏറുമ്പോഴും നമ്മൾ കുട ചൂടി നടക്കുന്നു. കാൽപാദങ്ങൾക്ക് പാദരക്ഷകൾ നമ്മൾ അണിയുന്നു. ഈ ശരീരത്തിൻ്റെതായ എല്ലാ രക്ഷയും നമ്മൾ പുൽകിയാണ് നമ്മുടെ ജീവിതം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ആത്മാവിൻ്റെ രക്ഷ പ്രദാനം ചെയ്യുന്നത് ദൈവമാണ്. ദൈവം നമുക്ക് അഭയകൂടാരമാണ്. ദൈവം നമുക്ക് രക്ഷ നൽകുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് ദൈവമായ കർത്താവാണ്. മോശ ദൈവമായ കർത്താവിൻ്റെ കൂടെ 40 ദിനരാത്രങ്ങൾ വസിക്കുമ്പോൾ ഇസ്രായേൽ ജനം താഴത്ത് പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഉഗ്രമായ കോപം ഉയർന്നു പൊങ്ങുമ്പോഴേക്കും അവിടെ മോശ ദൈവത്തിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ് മോശ. അങ്ങനെ ദൈവം ശാന്തനാകുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വചനത്തിലേക്ക് നോക്കുമ്പോൾ, സങ്കീർത്തന വചനത്തിലേക്ക് നോക്കുമ്പോഴേക്കും പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ കരുണയെ നമ്മളിലേക്ക് ഒഴുക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് നമ്മൾ ഓരോരുത്തരും സങ്കീർത്തന വചനത്തിൻ്റെ കൂടെ സഭയോട് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തന വചനത്തിലൂടെ. അതേപോലെ തന്നെ നമ്മൾ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഈശോ പറയുകയാണ്, ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം ഒന്നും സ്വീകരിക്കുന്നില്ല. ഈശോ യോഹന്നാനെ പറ്റി പറയുന്നുണ്ട്, യോഹന്നാന്റെ ജീവിതത്തെ പറ്റി പറയുന്നുണ്ട്. എന്നിട്ടും യോഹന്നാൻ വിശ്വസിക്കുന്നില്ല. യോഹന്നാന്റെ സ്നാനം സ്വീകരിക്കുന്നു. എന്നാൽ യോഹന്നാനിൽ കുറച്ചു കാലത്തേക്ക്, യോഹന്നാന്റെ വരവ് കുറച്ചു കാലത്തേക്ക് അവൻ സന്തോഷിക്കുന്നു. കുറച്ചു കാലത്തേക്ക് ഒരു ഐഹികമായ സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ ഓടി നടക്കുന്നു. വീണ്ടും ഈശോ പറയുകയാണ്, ഈ മോശയുടെ വാക്കുകളാണ്, കൽപ്പനയാണ്, മോശയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ മോശ തന്നെയായിരിക്കും നിങ്ങൾ വിധിക്കുവാൻ വേണ്ടി പോകുന്നത്. പ്രിയമുള്ളവരെ, സുവിശേഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന ഏറ്റവും വലിയൊരു സംരക്ഷണ കവചമെന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. ആ ഈശോയെ നമ്മൾ പ്രകാരമാണ് അനുഗമിക്കുന്നത്. ആ ഈശോയുടെ വചനങ്ങൾ നമ്മൾ പ്രകാരമാണ് സ്വീകരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൻ്റെതായ എല്ലാ രക്ഷയുടെയും പുറകെ ഓടി നടക്കുകയാണ്. ദൈവം പ്രദാനം ചെയ്യുന്ന നിത്യരക്ഷ അതെപ്രകാരമാണ്. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നമ്മളെ ശിക്ഷയ്ക്ക് വിധിക്കാനുള്ള നിത്യരക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ടാണ്. ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിക്കുന്നുണ്ട്. തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവിധം, അവരെ നിത്യജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തക്കവിധം ലോകത്തെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് നാളത്തെ പ്രഭാതത്തിൽ നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും വ്യാഴാഴ്ച ദിവസമാണ്. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ നൊവേനയൊക്കെ ചൊല്ലി മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ദിവസമാണ്. പല പള്ളികളിലുമൊക്കെ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ നൊവേനയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. നമ്മൾ ദാസ്ലിഹായുടെയൊക്കെ നൊവേനകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ഇതിനേക്കാളൊക്കെ ഉപരി ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി, പുത്രനായ യേശുവിനെ അത് നൽകിയിരിക്കുന്ന രക്ഷയെ മനസ്സിലാക്കിക്കൊണ്ട് ആ രക്ഷയെ അനുഗമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് ചുരിഞ്ഞിറങ്ങട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മുന്നിലുണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.